നമസ്കാരം. ഫിലിം ചേംബറിന്റെ വിരട്ടിന് മുന്നിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നല്ല കുട്ടിയായി വിവാദമായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതോടെ പെട്ടത് പോസ്റ്റ് ഷെയർ ചെയ്ത് പിന്തുണ അറിയിച്ചവരാണ്. ഇക്കൂട്ടത്തിൽ ആദ്യം പിന്തുണയുമായി രംഗത്ത് വന്നത് എമ്പുരാൻ സിനിമയുടെ സംവിധായകൻ കൂടിയായ നടൻ പൃഥ്വിരാജ് ആയിരുന്നു. എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന കമന്റോട് കൂടിയായിരുന്നു പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂരിന്റെ ദീർഘമായ കുറിപ്പ് ഷെയർ ചെയ്തത്. നിർമ്മാതാവ് സുരേഷ് കുമാറിനെ നിശിതമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ കുറിപ്പ്. എമ്പുരാന്റെ ബജറ്റിനെ പറ്റി സുരേഷ് കുമാർ നടത്തിയ പരസ്യ പരാമർശം വേദനിപ്പിച്ചെന്നും അതിനാലാണ് പോസ്റ്റ് ഇട്ടതെന്നും ബജറ്റ് വിവാദത്തിൽ വ്യക്തത വന്നതിനാൽ പോസ്റ്റ് പിൻവലിക്കുകയാണെന്നും ആന്റണി പെരുമ്പാവൂർ ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബിനെ അറിയിച്ചിരുന്നു. ഇതോടെയാണ് പൃഥ്വിരാജിനെതിരെ ട്രോളുകൾ സജീവമായത്. ഇപ്പോൾ പൃഥ്വി ഷെയർ ചെയ്ത പോസ്റ്റ് കണ്ടന്റ് നോട്ട് അവൈലബിൾ ആയി കിടക്കുകയാണ്. ഇതോടെയാണ് പൃഥ്വിരാജിനെ സൈബർ ലോകം ട്രോളിക്കൊണ്ട് രംഗത്ത് വന്നത്. അണ്ണൻ ചതിച്ചല്ലോ ആശാനെ, അണ്ണൻ കട പൊട്ടിപ്പോയി, എല്ലാം ഓക്കെ അല്ലേ അണ്ണ, ഇപ്പോൾ എല്ലാം ഓക്കെ ആയെന്നാ തോന്നുന്നേ എന്ന തരത്തിലാണ് പൃഥ്വിയുടെ പോസ്റ്റിന് താഴെ കമന്റുകൾ നിറയുന്നത്. പണി പാളി എന്ന വിധത്തിലാണ് കമന്റുകൾ എത്തുന്നത്. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നൊക്കെ പറഞ്ഞാണ് ട്രോളുകൾ. ഫെബ്രുവരി 13-നാണ് ആന്റണി പെരുമ്പാവൂർ വിവാദ കുറിപ്പ് പങ്കുവച്ചത്. നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ തുറന്നടിച്ചുകൊണ്ടായിരുന്നു ആന്റണിയുടെ പോസ്റ്റ്. അതേസമയം മാർച്ച് 25-ന് സൂചനാ സമരത്തിലേക്ക് ഫിലിം ചേംബർ പോകുമെന്ന ഘട്ടത്തിലാണ് ആന്റണി പെരുമ്പാവൂർ അടക്കം വിഷയത്തിൽ മയപ്പെട്ടത്. ഫിലിം ചേംബർ പ്രസിഡന്റ് BR ജേക്കബ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരുമായി സംസാരിച്ചു. ഇതിന് പിന്നാലെ നിർമ്മാതാവ് സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് ആന്റണി പെരുമ്പാവൂർ പിൻവലിക്കുകയായിരുന്നു. അതേസമയം എമ്പുരാൻ സിനിമ മാർച്ച് 27-നാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും. മഞ്ജു വാര്യർ, ടോവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായികുമാർ, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബൈജു, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെ ഒട്ടേറെ താരങ്ങളും ചിത്രത്തിലുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. ദീപക് ദേവാണ് സംഗീതം. അതേസമയം സിനിമാ തർക്കത്തിൽ പ്രശ്നങ്ങൾ ഒടുവിൽ സംഘടനാ നേതാക്കൾ തമ്മിൽ സംസാരിച്ച് തീർക്കുകയാണ്. ഫിലിം ചേംബർ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനെതിരെ രംഗത്ത് വന്നതോടെയായിരുന്നു കാര്യങ്ങൾ കൂടുതൽ വഷളായത്. എന്നാൽ ഈ തർക്കം ആന്റണി തന്നെ മുൻകൈയെടുത്ത് തീർക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. മാർച്ച് മാസത്തിൽ ഫിലിം ചേംബർ ഒരു പണിമുടക്കിനും തീരുമാനിച്ചിട്ടില്ലെന്നും തിയേറ്റർ ഉടമകൾ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാനെന്നും ചേംബർ പ്രസിഡന്റ് പറഞ്ഞു. സിനിമാ സമരത്തിന്റെ കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയ സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനുണ്ടായ സാഹചര്യം ആന്റണി പെരുമ്പാവൂർ BR ജേക്കബിനോട് വിശദീകരിച്ചിരുന്നു. എമ്പുരാന്റെ ബജറ്റിനെക്കുറിച്ചുള്ള പരാമർശമാണ് തന്നെ വേദനിപ്പിച്ചതെന്നായിരുന്നു ആന്റണി അറിയിച്ചത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ആലോചിച്ചതിന് ശേഷമായിരുന്നു തന്റെ പോസ്റ്റെന്നും ആന്റണി പറഞ്ഞിരുന്നു. എമ്പുരാൻ ബജറ്റിനെക്കുറിച്ചുള്ള പരാമർശം സുരേഷ് കുമാർ തിരുത്തിയത് ചൂണ്ടിക്കാട്ടിയ ചേംബർ പ്രസിഡന്റിനോട് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാനുള്ള സന്നദ്ധതയും ആന്റണി അറിയിക്കുകയായിരുന്നു. തർക്കം ഉടൻ തീരുമെന്നാണ് ചേംബർ പ്രസിഡന്റ് വ്യക്തമാക്കിയത്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബിഗ് ബജറ്റ് ചിത്രം റിലീസിന് ഒരുങ്ങുമ്പോൾ വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്ന ഭയവും ശക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അനുരഞ്ജന ചർച്ചകൾ നടന്നത്. അതേസമയം ഒരാഴ്ചയ്ക്കകം എല്ലാം പരിഹരിക്കുമെന്നാണ് ഫിയോക് അറിയിച്ചിരിക്കുന്നത്. വിഷയം സർക്കാരുമായി ചർച്ച ചെയ്യാൻ എല്ലാ സംഘടനകളും ഒരുമിച്ച് സമീപിക്കും. നേരത്തെ ഇതിന് പിന്നാലെ ഫിലിം ചേംബർ പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിയതോടെ എമ്പുരാൻ ടീമിന് വലിയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. മാർച്ച് 25-ന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം തിയേറ്ററുകളുമായി കരാർ ഒപ്പിടാനെന്നതാണ് നിർദ്ദേശം ഉയർന്നത്. ഇതാണ് എമ്പുരാന് ഭീഷണിയായത്. ഇതോടെയാണ് അനുരഞ്ജന നീക്കം വേഗത്തിൽ നടന്നത്.